ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നത്, ചേച്ചി ഞാനൊരു ചാനൽ തുടങ്ങി, അതിൽ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുപോലെ എൻ്റെ ചാനലിൻ്റെ റീച്ച് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് നോക്കാം. യൂട്യൂബ് തന്നെ പറഞ്ഞു തരുന്ന ജെനുവിൻ ട്രിക്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ നമ്മുടെ ചാനലിൻ്റെ റീച്ചും എങ്ങനെ കൂട്ടാമെന്ന്. യൂട്യൂബ് പറഞ്ഞു തരുന്ന ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ടും സാധിക്കും. അത് എന്താണെന്ന് പറയാം. അത് നിങ്ങളുടെ ചാനൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനലിന്റെ വ്യൂസ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുകയും ചെയ്യും. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് ആ ഒരു ട്രിക്ക് എന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സൈഡ് സ്ക്രീനിന്റെ സഹായത്തോടു കൂടി കാണിച്ചു തരാം. യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന മറ്റൊരു ആപ്പാണ് YT സ്റ്റുഡിയോ. ഈ YT സ്റ്റുഡിയോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ വ്യൂസ് കൂട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഈ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മുടെ ചാനലിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഡാഷ്ബോർഡ്, രണ്ടാമത്തത് കണ്ടന്റ്, മൂന്നാമത്തത് അനലിറ്റിക്സ്, അതുപോലെ നാലാമത്തത് കമ്മ്യൂണിറ്റി, അഞ്ചാമത്തത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആവശ്യം എന്ന് പറയുന്നത് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് ഓവർവ്യൂ, രണ്ടാമതായിട്ട് കണ്ടന്റ്, അതുപോലെ മൂന്നാമതായിട്ട് ഓഡിയൻസ്, അടുത്ത റവന്യൂ, അടുത്ത ട്രെൻഡ്സ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് മന്ത്ലി ഓഡിയൻസ്, അതിന് തൊട്ട് താഴെയായിട്ട് ഓഡിയൻസ് ബൈ വാച്ച് ബിഹേവിയർ എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് പോപ്പുലർ വിത്ത് വ്യൂവേഴ്സ്, അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഗ്രാഫ് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെയും ഷോർട്സിന്റെയും ഒക്കെ ടൈം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വ്യൂവേഴ്സ് ഏതൊക്കെ ടൈമിലാണോ ആക്റ്റീവായിട്ടിരിക്കുന്നത് അത് നമ്മൾക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളവർക്ക് വീഡിയോ കയറി കാണാം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ അതായത് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നത്, ചേച്ചി എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു ഗ്രാഫ് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ചാനൽ തുടങ്ങിയവരായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടാവില്ല. ഇപ്പോൾ 2 മാസം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസും ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് വേണ്ടത് താഴെയായിട്ട് നമ്മുടെ വാട്ട് യുവർ ഓഡിയൻസ് വാച്ചസ് എന്നൊരു പേജ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ കാണുന്ന വ്യൂവേഴ്സ് ഏതൊക്കെ ചാനലാണ് കാണുന്നത്, ഏതൊക്കെ വീഡിയോസ് ആണ് കാണുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് YT സ്റ്റുഡിയോയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൽ നിങ്ങളുടെ വ്യൂവേഴ്സ്, അതായത് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന മറ്റ് ചാനലുകൾ ഏതാണ്, ഏതൊക്കെ വീഡിയോസ് ആണ് അവർക്ക് കൂടുതലായിട്ട് കാണാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾ അവിടെ നിന്നും ചൂസ് ചെയ്യുക. എന്നിട്ട് ആ ചാനലിൽ നിന്നും അവരുടെ ഷോർട്സിനോ ലോങ് വീഡിയോസിനൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ആ ഒരു ഷോർട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് 1 മാസത്തോളം ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ വ്യൂസ് കൂടാനും അതുവഴി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാനും സാധിക്കും. ഇന്ന് യൂട്യൂബിൽ റീച്ചായിട്ട് നിൽക്കുന്ന പല ചാനലും ഈ ഒരു രീതി ഫോളോ ചെയ്തിട്ടാണ് ഇത്രയധികം മുന്നോട്ട് വന്നത്. അതുപോലെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിനോ ഷോർട്ട് വീഡിയോസിനോ
വീഡിയോ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് എന്നോ റെസ്ട്രിക്റ്റഡ് എന്നോ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോ ഏതായിക്കോട്ടെ അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് വന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ ചാനലിനെ അതങ്ങനെ ബാധിക്കുകയൊന്നുമില്ല. നിങ്ങൾ പേടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ റീച്ച് നഷ്ടപ്പെടും. നമുക്ക് പഴയതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് കിട്ടണമെന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഞാൻ ഈ പറഞ്ഞ രീതി നിങ്ങൾ 1 മാസത്തോളം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ പറയുന്ന ട്രിക്ക് നിങ്ങൾ അത് ജെന്യുവിൻ ട്രിക്കാണ്, അത് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ അതുവഴി നമുക്ക് വർദ്ധിപ്പിച്ച് നമ്മുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് ചോദിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് മോണിറ്റൈസേഷൻ മുതൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അതായത് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും, അതുപോലെ നമുക്ക് ആഡ്സെൻസിന് എന്തെങ്കിലും എറർ വന്നു, അപ്പീൽ വീഡിയോ റെഡിയാക്കി കൊടുക്കണം, റീയൂസ്ഡ് കണ്ടന്റ് എന്ന് വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.